കൊല്ലത്തെ സംബന്ധിച്ച് 68.09% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കുറവാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സംസ്ഥാന ശരാശരിയേക്കാൾ പോലും അതിനേക്കാളും കുറവാണ് കൊല്ലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എപ്രകാരം അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ വിവരങ്ങൾ? 2019 പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏതാണ്ട് 6.57% കുറവാണ് ഇക്കുറി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. അത് മുന്നണികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഒരു ശക്തമായൊരു പോളിംഗ് പ്രതീക്ഷിച്ചൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത്രയധികം പോളിംഗ് ശതമാനത്തിൽ ഇത്രയധികം കുറവ് വന്നത്. മുന്നണികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാം. എന്തായാലും ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് UDF ക്യാമ്പിലാണ്. പ്രത്യേകിച്ച് 2014 ഒരു കണക്കെടുക്കുമ്പോൾ അന്ന് 72%. അന്ന് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 37,000 സംതിങ് എന്ന രീതിയിലായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം 2019 ആകുമ്പോഴത്തേക്കും അത് 74% പോളിംഗ് കുതിച്ചുയരുന്നു. പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം 1,48,000 ഉയരുന്നു. ഇത്തവണ അത് വളരെ വലിയ ഒരു കുറവ് വന്നിരിക്കുന്നു ഈ പോളിംഗ് ശതമാനത്തിൽ. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരേപോലെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് പ്രേമചന്ദ്രൻ്റെ വിജയത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ UDF ക്യാമ്പ് ആശങ്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരവും MP-യുടെ നിസ്സംഗതയ്ക്കുമെതിരെ വോട്ട് ചെയ്യാതിരുന്ന വലിയൊരു ശതമാനം ആളുകൾ ഉണ്ട് എന്ന രീതിയിൽ ഒരു കണക്കുകൂട്ടലുണ്ടത്. അപ്പോൾ രണ്ട് മുന്നണികളെയും ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ തോൽക്കുന്ന രീതിയിലേക്ക് പോയാൽ ഒരുപക്ഷേ ഇടത് ക്യാമ്പുകളുടെ അങ്കലാപ്പ് എന്ന് പറയുന്നത് തങ്ങളുടെ തന്നെ ചില പ്രവർത്തകരെങ്കിലും വോട്ട് ചെയ്യാതെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ വിലയിരുത്തുമ്പോൾ അവരും ഒരു പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ്റെ വോട്ട് കുറഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു വിജയം അത് കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം പോളിംഗ് നടക്കുന്ന സമയത്ത് വൈകുന്നേരമായപ്പോഴത്തേക്കും കൊല്ലത്തിൻ്റെ തീരമേഖലയിലൊക്കെ ശക്തമായ പോളിംഗ് നടന്നിരുന്നു. ഇവിടെയൊക്കെ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ കൂടുതലുള്ള മേഖലയാണ്. അപ്പോൾ അതൊക്കെ ആർക്ക് അനുകൂലമാകുമെന്നുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും NDA ക്യാമ്പുകളിൽ ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്.